അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനെ സംശയിച്ചുവെന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ മുഴുവൻ നടന്നത് ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു. 3 നാളായി തന്നോടുകൂടെ ഇരുന്ന് തൻ്റെ പ്രസംഗം കേട്ട ആയിരക്കണക്കിനായ ജനത്തിന് 5 അപ്പവും 2 മീനും ഉപയോഗിച്ച് വിശപ്പ് മാറ്റിക്കൊടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ഭൂമിയിൽ വന്നുവെങ്കിലും മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കുവാൻ യേശുവിന് കഴിയുമെന്നവൻ തെളിയിച്ചു. 5 അപ്പവും 2 മീനും ഉപയോഗിച്ച് അനേകരുടെ വിശപ്പ് മാറ്റിക്കൊടുത്തവനായ യേശു ആ ജനത്തെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഭവനത്തിൽ പോയി വിശ്രമിച്ചില്ല. ശവക്കല്ലറകളിൽ ഉറങ്ങുകയും വിലങ്ങുപോലും ഉരുമി ഒടിക്കുകയും തന്നെത്താൻ മുറിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വസ്ത്രം പോലും ഉടുക്കുവാനുള്ള സുബോധമില്ലാതെ സകല ദേശനിവാസികൾക്കും ദോഷം ചെയ്തിരുന്നവനായ 6000 ഭൂതങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവനായ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കിയിരുന്നു. ആ ദേശനിവാസികളുടെ ഉപജീവന മാർഗമായ പന്നികളിലേക്ക് കയറിയ ഭൂതഗ്രസ്തനിലെ ഭൂതങ്ങൾ പന്നികളെ കൊന്നുകളഞ്ഞതിനാൽ യേശുവിനെ അവരുടെ നാട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിരുന്നു. എങ്കിലും താൻ സുബോധം വരുത്തിയിരുന്ന ഭൂതഗ്രസ്തൻ ആയിരുന്നവനെ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് യേശു അവിടെ നിന്നും പോയത്. എന്നാൽ ശുശ്രൂഷ നിമിത്തമുള്ള ക്ഷീണം വകവയ്ക്കാതെ വീണ്ടും അവനെ കാണുവാൻ ഗന്നേസരത്ത് ദേശത്തേക്ക് കടന്നുപോയ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പടകിനെ തകർക്കുവാൻ സാത്താൻ ശ്രമിച്ചു എന്ന് വേണം ചിന്തിക്കുവാൻ. എന്നാൽ പ്രശ്നബാധിതമായ പടകിൽ യേശു കയറിയപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരമായി എന്ന് നാം കേട്ട് കഴിഞ്ഞു. തന്നെയുമല്ല, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കടലിന്മേൽ നടത്തം തുടങ്ങിയ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ യേശു അവന് കൈനീട്ടി രക്ഷിച്ചു. യേശു ഗദരദേശത്തെത്തിയപ്പോൾ അവിടുത്തുകാർ യേശു ആരാണ് തിരിച്ചറിഞ്ഞ് സകല ദേശത്തു നിന്നും രോഗികളെ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം കേട്ട കാര്യങ്ങളൊന്നുകൂടി പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമതായി, എത്ര വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്താലും അതെല്ലാം ആ സാഹചര്യത്തിൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ളതായിരുന്നു. സ്വന്തം മഹത്വത്തിനല്ല, പിതാവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ഉള്ള അത്ഭുതങ്ങളായിരുന്നു യേശു ചെയ്തത്. യേശു കടലിൽ മേൽ നടന്ന ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ഭയപ്പെട്ടു. യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാരോടും നമ്മോടും യേശുവിന് പറയുവാനുള്ളത്, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്നാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യത്തിൽ, കർത്താവേ, നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പത്രോസ് പറഞ്ഞത്. പ്രതികൂലങ്ങളാകുന്ന വെള്ളത്തിൽ കൂടി നാം യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചുറ്റും മാഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയോ നമ്മെ മുക്കിക്കളയുമെന്ന് വിളിച്ചലറുന്ന തിരമാലകളെയോ നാം ശ്രദ്ധിക്കരുത്. പൗലോസ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണമെന്നാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏത് വെള്ളമാണെങ്കിലും നമ്മെ മുക്കുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. എന്നാൽ നാം അവൻ്റെ മുഖത്തു നിന്നും കണ്ണു മാറ്റരുത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പാപത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പായിക്കരുത്. എന്നാൽ പ്രശ്നങ്ങൾ നമ്മെ മുക്കാതെ കർത്താവ് കരം പിടിച്ച് നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി നാം കേട്ടത്, യേശു പടകിൽ കയറിയപ്പോൾ അതുവരെയും
തിരമാലകളെ കൊണ്ട് പടകിനെ ആക്രമിച്ചു കൊണ്ടിരുന്ന കാറ്റ് അമർന്നു എന്നാണ്. വെള്ളമല്ല, കാറ്റായിരുന്നു പ്രശ്നക്കാരൻ. നമ്മുടെ ജീവിത പടകിൽ പ്രതികൂലങ്ങളിലാകുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ടോ? വ്യക്തികൾ നമുക്ക് ശല്യക്കാരായി തീരുന്നുണ്ടോ? ഓർക്കുക, അവരതിനായി ഉദ്യമിപ്പിക്കുന്ന ഒരു കാറ്റ്, സാത്താനെ കാറ്റ് അവരുടെ ഹൃദയത്തിൽ വീശുന്നത് മൂലമാണ് അവർ നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിത പടകിൽ യേശു കയറിയാൽ ഒരു സാത്താന്യ ശക്തിയെയും വ്യക്തിയെയും നമുക്കെതിരെ വരുവാൻ യേശു സമ്മതിക്കുകയില്ല. യേശു കാറ്റിനെ ശാസിക്കുക തന്നെ ചെയ്യും. യേശുവിനെ അനുസരിക്കാത്ത ഒരു കാറ്റുമില്ല. യേശുവിനെ അനുസരിക്കാത്ത ഒരു സാത്താനോ ഒരു ഭൂതമോ ഇല്ല എന്ന് നാം ഓർക്കണം. മൂന്നാമതായി നാം കേട്ടത്, ഗന്നേസരത്ത് ദേശത്ത് പടകെത്തിയപ്പോൾ ആ നാട്ടിലുള്ളവർ എല്ലാവരും യേശുവിനെ തിരിച്ചറിഞ്ഞുവെന്നാണ്. തന്നെയുമല്ല, അനേകം രോഗികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ ഉടുപ്പിൽ തൊടേണ്ടതിന് അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. ശവക്കല്ലറകളിൽ ഉറങ്ങിയിരുന്ന ആയിരക്കണക്കിന് ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട ഭ്രാന്തനായിരുന്ന ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കിയപ്പോൾ അവരിലെ ഭൂതങ്ങളുടെ അപേക്ഷ പ്രകാരം അവിടെയുണ്ടായിരുന്ന പന്നികളിൽ പ്രവേശിക്കുകയും പന്നികൾ തടാകത്തിലേക്ക് പോയി വീർപ്പ് മുട്ടി ചാവുകയും ചെയ്തതിനാൽ ആ ദേശക്കാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടത് മൂലം യേശുവിനെ അംഗീകരിക്കാതെ അവരുടെ ദേശത്തു നിന്നും യേശുവിനെ ഓടിച്ചു കളഞ്ഞവരാണ് ആ ദേശനിവാസികളെന്ന് നാം ഓർക്കണം. സൗഖ്യം പ്രാപിച്ച ഭൂതഗ്രസ്തനായിരുന്ന വ്യക്തി സുവിശേഷം പറഞ്ഞത് കേട്ട് ആ ഭൂതഗ്രസ്തന് വന്ന സൗഖ്യം കണ്ടിട്ട് ഇപ്പോൾ ആ ദേശനിവാസികൾ കൂട്ടത്തോടെ യേശുവിനെ സ്വീകരിക്കുകയും അവരുടെ രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമാവുകയും ചെയ്യുന്നു. സത്യത്തിൽ സൗഖ്യം പ്രാപിച്ച ഭൂതഗ്രസ്തനിലെ ഭൂതങ്ങളായിരുന്നു ഗന്നേസരത്ത് ദേശം ഭരിച്ചിരുന്നത്. അവിടെയുണ്ടായിരുന്ന ആളുകൾ മഹാരോഗികളും ദരിദ്രരുമായിരുന്നു. ഒരു ജോലിയും കിട്ടാതെ വരുമ്പോഴാണല്ലോ പന്നികൾ എത്തിയിട്ടുവാൻ പോകുന്നത്. യേശു പഠിപ്പിച്ച മുടിയനായ പുത്രൻ്റെ ഉപമയിൽ ഇളയ മകൻ അവന് സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ഒരു ജോലി അവന് അന്വേഷിച്ചു. ഒടുവിൽ പന്നിയെ തീറ്റുന്ന ജോലിയാണ് അവന് ലഭിച്ചത്. ഗന്നേസരത്ത് ദേശം ആളുകൾക്ക് ജോലിയോ സാമ്പത്തിക ഉയർച്ചയോ ഉണ്ടാകാതെ ഭൂതഗ്രസ്തനിലെ 6000 ഭൂതങ്ങൾ ആ ദേശത്തെ അടക്കി വാണിരുന്നു. എന്നാൽ യേശു അവിടെ ചെന്ന് ഭൂതങ്ങളെ ഓടിച്ചപ്പോൾ ജനത്തിന് ആശ്വാസവും സന്തോഷവും രോഗസൗഖ്യവും ലഭിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, നാം ഏത് പ്രതിസന്ധിയിലുള്ള വ്യക്തിയാണെങ്കിലും യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നവനാണ് എന്ന് നാം ഓർക്കണം. ആകയാൽ നമുക്ക് ഈ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഹൃദയത്തിലെ യുദ്ധങ്ങളെയും ഭവനത്തിലെ പ്രതിസന്ധികളെയും ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെയും ശാന്തമാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതെ, യേശുവിന് അതിന് കഴിയും. ആകയാൽ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, എൻ്റെ കുറവുകൾ ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന്. നിശ്ചയമായും യേശു നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കും. കടലിൻ്റെ മധ്യേ ജീവിതം തകർന്നുപോയി എന്ന് ചിന്തിച്ചിരുന്ന ശിഷ്യന്മാരുടെ പടകിൽ യേശു കയറിയ ഉടനെ കാറ്റ് ശാന്തമാവുകയും അവർക്ക് എത്തേണ്ട ശുഭതുറമുഖത്ത് യേശു അവരെ എത്തിക്കുകയും ചെയ്തു. ആകയാൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് മുന്നേറാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കഷ്ടത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ കഷ്ടത മാറ്റി കൊടുക്കണമേ. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളും യൗവനക്കാരും ദുഷ്ടൻ്റെ കെണിയിൽ പെടുവാനിടവരാതെ അങ്ങ് അവരെ സംരക്ഷിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ വചനം അനുസരിച്ച് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.